സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ഏകാദശസ്കന്ധേ ത്രയോദശോऽധ്യായ. ശ്രീഭഗവാനുവാച. സത്വം രജസ്തമൈതി ഗുണാ ബുദ്ധിർന ചാത്മന സത്വേനാന്യതമോ ഹന്യാത് സത്വം സത്വേന ചൈവ ഹി സത്വാദ്ധർമ്മോ ഭവേത് വൃദ്ധാത് പുംസോ മദ്ഭക്തിലക്ഷണ സാത്വികോപാസയാ സത്വം തതോ ധർമ്മ പ്രവർത്തതേ. ധർമ്മോ രജസ്തമോ ഹന്യാത് സത്വവൃദ്ധിരനുത്തമ ആശു നശ്യതി തന്മൂലോ ഹ്യധർമ്മ ഉഭയേ ഹതേ. ആഗമോപപ്രജാദേശ കാലഃ കർമ്മ ച ജന്മ ച ധ്യാനം മന്ത്രോധ സംസ്കാരോ ദശൈതേ ഗുണഹേതവ. തത്തത് സാത്വികമേവൈഷാം യത് യത് വൃഥാ പ്രജക്ഷതേ നിന്ദന്തി താമസം തത്തത് രാജസം തതുപേക്ഷിതം. സാത്വികാന്യേവ സേവേത പുമാൻ സത്വവിവൃദ്ധയേ തതോ ധർമ്മസ്തതോ ജ്ഞാനം യാവത് സ്മൃതിരപോഹനം. വേണുസംഘർഷജോ വന്യർദഗ്ധ്വാ ശാമ്യത തദ്വനം ഏവം ഗുണവ്യത്യയജോ ദേഹ ശാമ്യത തത്ക്രിയ. ഉദ്ധവ ഉവാച. വിദന്തിമർത്യാ പ്രായേണ വിഷയാൻ പദമാപദം തഥാപി ഭുഞ്ജതേ കൃഷ്ണ തത്കഥം ശ്വഖരാജവത്. ശ്രീഭഗവാനുവാച. അഹമിത്യന്യഥാ ബുദ്ധി പ്രമത്തസ്യ യഥാ ഹൃദി ഉത്സർപ്പതി രജോ ഘോരം തതോ വൈകാരികം മനഃ. രജോ യുക്തസ്യ മനസഃ സങ്കൽപ്പ സവികൽപക തതഃ കാമോ ഗുണധ്യാനാത് ദുസ്സഹ സ്യാദ്ധി ദുർമദേ. കരോതി കാമവശക കർമ്മണ്യവിജിതേന്ദ്രിയ ദുഃഖോതർക്കാണി സമ്പശ്യൻ രജോ വേഗവിമോഹിത. രജസ്തമോഭ്യാം യദപി വിദ്വാൻ വിക്ഷിപ്തധീ പുനഃ അതന്ത്രിതോ മനോ യുഞ്ജൻ ദോഷദൃഷ്ടിർന സജ്ജതേ. അപ്രമത്തോനുയുഞ്ജീത മനോ മയ്യർപ്പയൻ ശനൈഃ അനിർവിണ്ണോ യഥാകാലം ജിതശ്വാസോ ജിതാസന. ഏതാവാൻ യോഗ ആദിഷ്ടോ മച്ഛിഷ്യൈഃ സനകാദിഭിഃ സർവതോ മന ആകർഷ്യ മയ്യദ്ധാവേശ്യതേ യഥാ. ഉദ്ധവ ഉവാച. യഥാ ത്വം സനകാദിഭ്യോ യേന രൂപേണ കേശവ യോഗമാദിഷ്ടവാനേതത് രൂപമിച്ഛാമി വേദിതും. ശ്രീഭഗവാനുവാച. പുത്രാ ഹിരണ്യഗർഭസ്യ മാനസാ സനകാദയ പപ്രച്ഛു പിതരം സൂക്ഷ്മം യോഗസ്യൈകാന്തികീം ഗതിം. സനകാദയ ഊജു. ഗുണേഷ്വാവിശതേ ചേതോ ഗുണാശ്ചേതസി ച പ്രഭോ കഥമന്യോന്യസംത്യാഗോ മുമുക്ഷോരതിതിതീർഷോ. ശ്രീഭഗവാനുവാച. ഏവം പൃഷ്ടോ മഹാദേവ സ്വയംഭൂർഭൂതഭാവന ധ്യായമാന പ്രശ്നബീജം നാഭ്യപദ്യത കർമ്മധീ. സ മാമചിന്തയദ്ദേവ പ്രശ്നപാരതിതീർഷയാ തസ്യാഹം ഹംസരൂപേണ സകാശമഗമം തദാ. ദൃഷ്ട്വാ മാം ത ഉപവ്രജ്യ കൃത്വാ പാദാഭിവന്ദനം ബ്രഹ്മാണമഗ്രത കൃത്വാ പപ്രച്ഛു കോ ഭവാനിധി. ഇത്യഹം മുനിഭിഃ പൃഷ്ടസ്തത്വജിജ്ഞാസുഭിസ്തദാ യതവോചമഹം തേഭ്യസ്തദുദ്ധവ നിബോധ മേ. വസ്തുനോ യദ്യനാനാത്വമാത്മനഃ പ്രശ്നൈദൃശഃ കഥം ഘടേദവോ വിപ്ര വക്തുർവാ മേക ആശ്രയ. പഞ്ചാത്മകേഷു ഭൂതേഷു സമാനേഷു ച വസ്തുതഃ കോ ഭവാനിതി വഃ പ്രശ്നോ വാചാരംഭോ ഹ്യനർത്ഥക. മനസാ വചസാ ദൃഷ്ട്യാ ഗുഹ്യതേന്യൈരപീന്ദ്രിയൈഃ അഹമേവ ന മത്തോത്യദിതി ബുദ്ധ്യധ്വമഞ്ജസാ. ഗുണേഷ്വാവിശതേ ചേതോ ഗുണാശ്ചേതസി ച പ്രജാ ജീവസ്യ ദേഹ ഉഭയം ഗുണാശ്ചേതോ മദാത്മനഃ. ഗുണേഷു ചാവിശച്ചിത്തമഭീഷണം ഗുണസേവയാ ഗുണാശ്ച ചിത്തപ്രഭവാ മദ്രൂപമുഭയം ത്യജേത്. ജാഗ്രത് സ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയഃ താസാം വിലക്ഷണോ ജീവ സാക്ഷിത്വേന വിനിശ്ചിത. യർഹി സംസൃതിബന്ധോയമാത്മനോ ഗുണവൃത്തിത മയി തുര്യേ സ്ഥിതോ ജഹ്യാത് ത്യാഗസ്തദ്ഗുണചേതസാം. അഹങ്കാരകൃതം ബന്ധമാത്മനോർത്ഥവിപര്യം വിദ്വാൻ നിർവിദ്യ സംസാരചിന്താം തുര്യേ സ്ഥിതത്യജേത്. യാവന്നാർത്ഥതി പുംസോ ന നിവർത്തേത യുക്തിഭിः ജാഗർത്യപി സ്വപന്നജ്ഞ
സ്വപ്നേ ജാഗരണം യഥാ അസത്വാദാത്മനോന്യേഷാം ഭാവാനാം തത്കൃതാഭിധാ ഗതയോ ഹേതവശ്ചാസ്യ മൃഷാ സ്വപ്നദൃശോ യഥാ യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണൈർഹൃദി തത്സദൃക്ഷാൻ സ്വപ്നേ സുഷുപ്ത ഉപസംഹരതേ സ ഏക സ്മൃത്യന്വയാത് ത്രിഗുണവൃത്തിദൃഗീന്ദ്രിയേശ ഏവം വിമൃശ്യ ഗുണതോ മനസസ്ത്രവസ്ഥാ മന്മായയാ മയി കൃത ഇതി നിശ്ചിതാർത്ഥ സംഛിദ്യ ഹാർദമനുമാനസദുക്തിതീക്ഷ്ണജ്ഞാനാസിനാ ഭജത മാഖില സംശയാധിം ഈക്ഷേദവിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലമലാതചക്രം വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ സ്വപ്നസ്ത്രിധാ ഗുണവിസർഗകൃതോ വികൽപ്പ ദൃഷ്ടിം തത പ്രതിനിവൃത്യ നിവൃത്തതൃഷ്ണസ്തൂഷ്ണീം ഭവേന്നിജസുഖാനുഭവോ നിരീഹ സന്ദൃശ്യത്തെ ക്വച യദീതവസ്തുബുദ്ധ്യാ ത്യക്തം ഭ്രമായ ന ഭവേത് സ്മൃതിരാനിപാതാത് ദേഹം ച നശ്വരമവസ്ഥിതമുത്ഥിതം വാ സിദ്ധോ ന പശ്യതി യതോധ്യഗമത്സ്വരൂപം ദൈവാദപേതമുദ ദൈവവശാദുപേതം വാസോ യഥാ പരികൃതം മതിരാമദാന്ധ ദേഹോപി ദൈവവശകഃ ഖലു കർമ്മയാവത് സ്വാരംഭകം പ്രതിസമീക്ഷത ഏവ സാസു തം സപ്രപഞ്ചമതിരൂഢസമാധിയോഗഃ സ്വാപ്നം പുനർന ഭജതേ പ്രതിബുദ്ധവസ്തു മയൈദയുക്തം വോ വിപ്രാഗുഹ്യം യത് സാഖ്യയോഗയോ ജാനീതമാഗതം യജ്ഞം യുഷ്മദ്ധർമ്മവിവക്ഷയാ അഹം യോഗസ്യ സാഖ്യസ്യ സത്യസാർത്ഥസ്യ തേജസ പരായണം ദ്വിജശ്രേഷ്ഠാ ശ്രിയഃ കീർത്തേർദമസ്യ ച മാം ഭജന്തി ഗുണാഃ സർവേ നിർഗുണം നിരപേക്ഷകം സുഹൃദം പ്രിയമാത്മാനം സാമ്യാസംഗാദയോ ഗുണാഃ ഇതി മേ ഛിന്നസന്ദേഹ മുനയഃ സനകാദയഃ സഭാജയിത്വാ പരയാ ഭക്ത്യാ ഗൃണത സംസ്ഥവൈഃ തൈരഹം പൂജിതഃ സമ്യക് സംസ്തുതഃ പരമർഷിഭിഃ പ്രത്യയായ സ്വകം ധാമ പശ്യതഃ പരമേഷ്ഠിനഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ത്രയോദശോऽധ്യായഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധം 13-ാം അധ്യായത്തിൽ സത്വം വർദ്ധിച്ച് വിദ്യയുണ്ടാവുന്ന ക്രമത്തെയും ഹംസാവതാരം വഴി ചിത്തവും ഗുണങ്ങളും തമ്മിലുണ്ടാവുന്ന വേർപാടിനെയും വർണ്ണിക്കുന്നു. വിഗ്രഹങ്ങളുടെയും ഭക്തന്മാരുടെയും ദർശനം, സ്പർശനം, പൂജ എന്നിവയും സംസാരവൃക്ഷ വിവരണവും കൂടി കേട്ടുകഴിഞ്ഞപ്പോൾ ഭക്തോത്തമനായ ഉദ്ധവന് സമാധാനായി. അദ്ദേഹം തനിക്കുള്ള ബാക്കി സംശയങ്ങൾ കൂടി ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ഉദ്ധവരോട് പറയാണ്, ഹേ ഉദ്ധവ, സത്വം, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങൾ ബുദ്ധിയുടേതാണ്. ആത്മാവിന് അതിൽ ബന്ധമില്ല. സത്വം കൊണ്ട് രജത്തമസ്സുകളെയും ഉപശമാത്മകമായ സത്വം കൊണ്ട് വൃത്തി സത്വത്തെയും ഹനിക്കണം. വർദ്ധിച്ച സത്വത്തിൽ നിന്ന് സാധകന് എന്നിലുള്ള ഭക്തി വർദ്ധിക്കും.
സാത്വിക വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് സത്വം വർദ്ധിക്കും. അത് പരമധർമ്മത്തെ വർദ്ധിപ്പിക്കണു. അത്യുത്തമമായ ധർമ്മം രജസിനെയും തമസിനെയും നശിപ്പിക്കും. അപ്പോൾ അധർമ്മം ഉടൻ തന്നെ നശിക്കും. അസ്ത്രം, ജലം, ജനം, ദേശം, കാലം, കർമ്മം, ജന്മം, ധ്യാനം, മന്ത്രം, സംസ്കാരം എന്നിവ 10 ഗുണവൃദ്ധിക്ക് കാരണമാണ്. ഇവയിൽ ജ്ഞാനവൃദ്ധന്മാരെ പ്രശംസിക്കുന്നതാണ് സാത്വികം. അവർ നിന്ദിക്കുന്നത് താമസവുമാണ്. ഇത് രണ്ടും ചെയ്യാതെ ഉപേക്ഷിക്കുന്നതാണ് രാജസം. സത്വവികാസത്തിനു വേണ്ടി സാത്വികങ്ങളായ ശാസ്ത്രങ്ങളെ സേവിക്കണം. അതിൽ നിന്ന് ധർമ്മവും ഭക്തിയും ജ്ഞാനവും ലഭിക്കും. മുളകൾ അന്യോന്യം ഉരസുമ്പോഴുണ്ടാവുന്ന അഗ്നി വനം മുഴുവൻ നശിപ്പിച്ച് സ്വയം കെട്ടടങ്ങണു. അതുപോലെ ഗുണങ്ങളുടെ കൂടിച്ചേരലിൽ നിന്ന് ഉണ്ടാവുന്ന ദേഹം ത്രിഗുണങ്ങളെ നശിപ്പിച്ച് സ്വയം ശാന്തമാവണം. ഭഗവാന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഉദ്ധവരുടെ മനസ്സിൽ വിഷയങ്ങൾ മനുഷ്യർക്ക് ആപത്തുകൾ ഉണ്ടാവാൻ കാരണമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായി. എന്നിട്ടും പട്ടികളെയും കഴുതകളെയും ആടുകളെയും പോലെ ഭത്സിക്കപ്പെട്ടും താടിക്കപ്പെട്ടും പിന്നെയും ലജ്ജയില്ലാതെ എങ്ങനെ അതനുഭവിക്കണു എന്ന സംശയം വർദ്ധിച്ചു വന്നു. അപ്പോൾ ഭഗവാൻ പറയാണ്, വിവേകമില്ലാത്ത മനുഷ്യൻ്റെ ഹൃദയത്തിൽ മിഥ്യാബുദ്ധി വന്നുകൂടുന്നു. അപ്പോൾ സത്വപ്രധാനമായ മനസ്സിൽ ഘോരമായ രജോഗുണം വ്യാപിക്കണു. രജോഗുണം ഉൾക്കൊണ്ട മനസ്സിൽ സങ്കല്പങ്ങളും വികല്പങ്ങളും പ്രത്യക്ഷപ്പെടുമ്പോൾ ഗുണത്തെപ്പറ്റി ധ്യാനിക്കണു. അപ്പോൾ കാമമുണ്ടാവണു. വിഷയത്തിന് അടിമപ്പെട്ട കാമി ദുഃഖമുണ്ടാക്കുന്ന കാമ്യകർമ്മങ്ങളെ വീണ്ടും വീണ്ടും ചെയ്യണു. അത് വിവേകമുള്ളവൻ അനർത്ഥകരമാണ് എന്നറിഞ്ഞ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ ബദ്ധനായി തീരില്ല. ആലസ്യം കൂടാതെ പ്രാണനെ ജയിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി എന്നിലുറപ്പിക്കൂ. ഞാൻ ഈ ഉപദേശം തന്നെ മുമ്പ് സനകാദികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഉദ്ധവർക്ക് സന്തോഷമായി. ഭഗവാനോട് അദ്ദേഹം സനകാദികൾക്ക് ഏത് രൂപത്തിലാണ് യോഗം ഉപദേശിച്ചത് എന്നും ഏത് കാലത്താണെന്നും ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ഉദ്ധവരോട് പറയാണ്, ഹേ ഉദ്ധവ, കേട്ടോളൂ. ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നിവർ യോഗത്തിൻ്റെ സൂക്ഷ്മവും പരമവുമായ രൂപത്തെപ്പറ്റി ബ്രഹ്മാവിനോട് ചോദിച്ചു. അന്ന് അദ്ദേഹം സൃഷ്ടിയിലും ഒഴുകിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ചോദ്യത്തിൻ്റെ ബീജം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി എന്തു ചെയ്യണം എന്നറിയാതെ എന്നെ ധ്യാനിച്ചു. അപ്പോൾ ഞാൻ ഹംസരൂപത്തിൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. എന്നെ കണ്ടപ്പോൾ ആ സനകാദികൾ എൻ്റെ പാദങ്ങൾ തൊട്ട് വന്ദിച്ച് ബ്രഹ്മാവിനെ മുൻനിർത്തി അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. ആ തത്വജിജ്ഞാസുക്കളുടെ ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ അവരോട് പറഞ്ഞ ഉത്തരം കേട്ടോളൂ, അപ്പോൾ എല്ലാം മനസ്സിലാവും. ഹേ ജ്ഞാനികളായ ബ്രാഹ്മണരെ, ആത്മവസ്തുവിന് നാനാത്വമില്ലാത്തതുകൊണ്ട് ആരാണ് എന്ന നിങ്ങളുടെ ചോദ്യം അസ്ഥാനത്താണ്. കാരണം സർവശരീരങ്ങളും പഞ്ചഭൂതാത്മകമാണ്. അത് ആര് എന്ന ചോദ്യം വെറും വാക്കുകൊണ്ടുള്ള ഒരു കസർത്ത് മാത്രമാണ്. അതിന് യാതൊരർത്ഥവുമില്ല.
മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഗ്രഹിക്കപ്പെടുന്നതെല്ലാം ഞാൻ തന്നെയാണ്. എന്നിൽ നിന്ന് അന്യമായി ഒന്നും ഇവിടെയില്ല. മനസ്സ് വിഷയങ്ങളിൽ പ്രവേശിക്കുന്നു. വിഷയങ്ങൾ ചേതസ്സിലും. ഇത് രണ്ടും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഉപേക്ഷിക്കൂ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിവ ബുദ്ധിയുടെ വൃത്തികളാണ്. എന്നാൽ ജീവനാവട്ടെ യഥാർത്ഥത്തിൽ സാക്ഷിയായതിനാൽ അവസ്ഥാത്രയങ്ങളിൽ നിന്ന് അതീതമാണ്. സംസാരബന്ധം ജീവന് ഗുണബന്ധനം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് എന്നിൽ നിലയുറപ്പിച്ച് ഈ ബന്ധം വെടിയണം. നാനാത്വബുദ്ധി നശിക്കാതിരിക്കുന്ന കാലത്തോളം അജ്ഞൻ്റെ ജാഗ്രതാവസ്ഥ ഉറക്കത്തിൽ ഉണർന്നിരിക്കുന്നത് പോലെയാണ്. ആത്മഭിന്നങ്ങളായ ശരീരാദി വസ്തുക്കൾ മിഥ്യയായതുകൊണ്ട് അതുകൊണ്ട് ലഭിക്കുന്ന സ്വർഗവും മറ്റും സ്വപ്നം പോലെ മിഥ്യകളാണ്. ഇങ്ങനെ ചിന്തിച്ച് എൻ്റെ മായ കൊണ്ട് എല്ലാം എന്നിൽ കൽപ്പിതമാണ് എന്നറിഞ്ഞ് ശ്രവണ മനനാദികൾ കൊണ്ട് എന്നെ സർവാത്മന ഭജിക്കൂ. ജ്ഞാനമാകുന്ന വാളുകൊണ്ട് സംശയങ്ങൾക്ക് ആസ്പദമായ അഹങ്കാരത്തെ ഛേദിക്കൂ. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്നെ ഭജിക്കൂ. കർമാധീനമായ ശരീരം കർമ്മങ്ങളുള്ള കാലത്തോളം പ്രാണനോടുകൂടി തന്നെ നിലനിൽക്കും. സമാധിയുടെ അവസ്ഥ പ്രാപിച്ച് ജ്ഞാനി ശരീരത്തെയും ശരീരസംബന്ധികളെയും സ്വപ്നത്തിൽ നിന്നുണർന്നവൻ സ്വപ്നപദാർത്ഥങ്ങളെ എന്ന പോലെ പിന്നീടൊരിക്കലും ശക്തിയോടെ കൈക്കൊള്ളില്ല. ഹേ വിപ്രന്മാരെ, സാഖ്യം, യോഗം എന്നിവയുടെ രഹസ്യമെല്ലാം ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചിരിക്കുന്നു. ഞാൻ യജ്ഞമൂർത്തിയാണെന്നും അറിഞ്ഞോളൂ. യോഗം, ഋതം, തേജസ്, ശ്രീ, കീർത്തി, ദമം എന്നിവയുടെയെല്ലാം പ്രാപ്യസ്ഥാനം ഞാനാണ്. സനകാദികളായ മഹർഷിമാരുടെ സംശയങ്ങളൊക്കെ തീർന്നു. അവരെ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം സമർപ്പിക്കുന്നു. എൻ്റെ ഈ വാക്കുകൾ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.